ലോകം കോവിഡ്-19 മഹാമാരിയുടെ ഭീകരമായ ഓർമ്മകളിൽ നിന്ന് മുക്തമാകും മുമ്പേ ചൈനയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ലോകമെമ്പാടും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ചൈനീസ് ഗവേഷകർ യുനാൻ പ്രവിശ്യയിലെ വവ്വാലുകളിൽ നിന്നും 20-ൽ അധികം പുതിയ വൈറസുകളെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവയിൽ 2 എണ്ണം മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ളതും മാരകവുമാണെന്ന് തിരിച്ചറിഞ്ഞത് മറ്റൊരു മഹാമാരിയുടെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ കണ്ടെത്തലുകൾ വവ്വാലുകളുമായി ബന്ധപ്പെട്ട വൈറസ് പഠനങ്ങളുടെ പ്രാധാന്യത്തെയും ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതകളെയും കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. 2017-നും 2021-നും ഇടയിൽ യുനാൻ പ്രവിശ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച 142 വവ്വാലുകളിൽ നടത്തിയ വിശദമായ പഠനത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. ജനിതക ക്രമം ഉപയോഗിച്ച് നടത്തിയ സൂക്ഷ്മമായ വിശകലനത്തിലൂടെ ഗവേഷക സംഘം ആകെ 22 വ്യത്യസ്ത വൈറസുകളെയാണ് തിരിച്ചറിഞ്ഞത്. ഈ 22 വൈറസുകളിൽ 2 എണ്ണമാണ് ശാസ്ത്രലോകത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നത്. ഈ 2 വൈറസുകൾക്ക് ഹെൻഡ്ര, ഹെനിപ്പ എന്നീ മാരക വൈറസുകളോട് സാമ്യമുണ്ടെന്ന് ദി സൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യരിൽ തലച്ചോറിലെ വീക്കം, ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ഹെൻഡ്ര, ഹെനിപ്പ വൈറസുകൾ കാരണമാകും. ഈ വൈറസുകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ മരണനിരക്ക് 75% വരെ ആകാമെന്നതും ഇവയുടെ അപകടകരമായ സ്വഭാവം അടിവരയിടുന്നുണ്ട്. ഇത് കോവിഡ്-19നേക്കാൾ മാരകമായ ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാമെന്ന ഭയം വിദഗ്ധർക്കിടയിൽ ഉയർത്തുന്നുണ്ട്. വൈറസുകൾക്ക് പുറമെ പഠനത്തിൽ ഒരു അജ്ഞാത ബാക്ടീരിയയും ക്ലോസിയല്ല യുനാൻസിക് എന്ന പേരിൽ പുതിയ ഒരു ഏകകോശ പരാധത്തെയും ഗവേഷകർ കണ്ടെത്തി. ഒരു ആവാസ വ്യവസ്ഥയിൽ എത്രമാത്രം വൈവിധ്യമാർന്ന രോഗകാരികൾ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് ഈ കണ്ടെത്തലുകൾ. ഈ പഠനത്തിലെ ഏറ്റവും ആശങ്കാജനകമായ കണ്ടെത്തലുകളിൽ ഒന്ന് വവ്വാലുകളെ കണ്ടെത്തിയത് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളോട് ചേർന്നുള്ള പഴത്തോട്ടങ്ങളിൽ നിന്നാണ് എന്നതാണ്. ഇത് വൈറസുകൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹെനിപ്പ വൈറസുകൾക്ക് വവ്വാലുകളുടെ മൂത്രത്തിലൂടെ പകരാൻ സാധിക്കുമെന്നാണ് പഠനം പറയുന്നത്. വവ്വാലുകളുടെ മൂത്രം കലർന്ന വെള്ളം കുടിക്കുന്നതിലൂടെയോ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ ഈ അപകടകാരികളായ വൈറസുകൾ മനുഷ്യരിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് മറ്റൊരു മഹാമാരിക്ക് വഴി തെളിയിച്ചേക്കാമെന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വവ്വാലുകളുടെ വൃക്കകളിലാണ് ഈ വൈറസുകളെ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്. വൃക്കകൾ വഴിയാണ് മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതിനാൽ മൂത്രത്തിലൂടെയുള്ള വൈറസ് വിസർജനം വളരെ സ്വാഭാവികമാണ്. യുനാൻ പ്രവിശ്യയ്ക്ക് നിപ്പ വൈറസ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലേഷ്യയുമായി അടുത്ത സാമീപ്യമുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം വൈറസുകളുടെ വ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരേതരം ആവാസ വ്യവസ്ഥയും ജന്തുജാലങ്ങളും വൈറസുകൾക്ക് അതിർത്തികൾക്കപ്പുറം വ്യാപിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. ഇത് പ്രാദേശിക തലത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ ഭീഷണി ഉയർത്തുന്നുണ്ട്. 2019-ൽ ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ്-19 മഹാമാരി ലോകത്തെ എങ്ങനെ കീഴ്മേൽ മറിച്ചു എന്നത് ഓർമ്മിപ്പിക്കേണ്ടതില്ല. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തും ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചും കോവിഡ്-19 മനുഷ്യരാശിയെ പിടിച്ചുലച്ചു. ഈ പശ്ചാത്തലത്തിലാണ് വവ്വാലുകളിൽ നിന്നും പുതിയ മാരക വൈറസുകളെ കണ്ടെത്തിയെന്ന വാർത്തയെ ലോകം അതീവ ഗൗരവത്തോടെ കാണുന്നത്. കോവിഡ്-19ന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വുഹാൻ വൈറസ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വൈറസ് ചോർന്നതാണ് മഹാമാരിക്ക് കാരണമെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. വവ്വാലുകളെയും കൊറോണ വൈറസുകളെയും കുറിച്ച് പഠിക്കുന്നതിൽ ഈ ലാബ് ഏറെ പ്രശസ്തമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള ഓരോ പുതിയ വൈറസ് കണ്ടെത്തലും ലാബുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികളെക്കുറിച്ചും ജൈവ സുരക്ഷയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ട്. വവ്വാലുകൾ ഭൂമിയിലെ ഏറ്റവും വൈവിധ്യമാർന്ന സസ്തനികളിൽ ഒന്നാണ്. അവയ്ക്ക് പറക്കാൻ കഴിവുള്ളതിനാൽ വലിയ ദൂരങ്ങൾ താണ്ടാനും വിവിധ ആവാസ വ്യവസ്ഥകളിൽ വസിക്കാനും സാധിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പരിണാമം സംഭവിച്ച അവയുടെ പ്രതിരോധശേഷി മനുഷ്യരുൾപ്പെടെയുള്ള മറ്റ് ജീവികളിൽ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന നിരവധി വൈറസുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ അവയെ സഹായിക്കുന്നു. എബോള, നിപ്പ, സാർസ്, മെർസ് തുടങ്ങിയ നിരവധി വൈറസുകളുടെ സ്വാഭാവിക വാഹകരാണ് വവ്വാലുകൾ. എന്നിരുന്നാലും വവ്വാലുകൾക്ക് ആവാസ വ്യവസ്ഥയിൽ നിർണായകമായ പങ്കുണ്ട്. പരാഗണം, വിത്ത് വിതരണം, കീടനിയന്ത്രണം എന്നിവയിലെല്ലാം അവ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അതിനാൽ വവ്വാലുകളെ നശിപ്പിക്കുന്നത് പരിഹാരമല്ല, മറിച്ച് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സമ്പർക്കം കുറയ്ക്കുക, വന്യജീവി കച്ചവടം നിയന്ത്രിക്കുക, ജൈവ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ആവശ്യം. എന്നാൽ ഈ പുതിയ കണ്ടെത്തലുകൾ പല സുപ്രധാന പാഠങ്ങളും നമുക്ക് നൽകുന്നുണ്ട്.
പുതിയ രോഗകാരികളെ തിരിച്ചറിയാനും അവയുടെ വ്യാപനം തടയാനും വന്യജീവികളിൽ, പ്രത്യേകിച്ചും വവ്വാലുകളിൽ തുടർച്ചയായ നിരീക്ഷണം ആവശ്യമാണ്. അതോടൊപ്പം വന്യജീവി സമ്പർക്കം നിയന്ത്രിക്കുക. വനനശീകരണം, നഗരവൽക്കരണം എന്നിവ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുന്നു. ഇത് ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കൂടാതെ ഒരു രാജ്യത്ത് കണ്ടെത്തുന്ന വൈറസിന് ആഗോളതലത്തിൽ ഭീഷണി ഉയർത്താൻ കഴിയും. അതിനാൽ രോഗങ്ങൾക്കെതിരെ പോരാടുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുക, ഗവേഷണങ്ങൾക്ക് ധനസഹായം നൽകുക, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ പ്രധാനമാണ്. അതോടൊപ്പം വ്യക്തിഗത ശുചിത്വം, മൃഗങ്ങളുമായുള്ള ഇടപെടലിലെ ജാഗ്രത, സുരക്ഷിതമായ ഭക്ഷണ രീതികൾ എന്നിവ രോഗങ്ങൾ പകരുന്നത് തടയാൻ സഹായിക്കും. വാക്സിൻ, ചികിത്സ, ഗവേഷണം, പുതിയ വൈറസുകൾക്കെതിരെയുള്ള ഫലപ്രദമായ വാക്സിനുകളും ചികിത്സകളും വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്ക് മുൻഗണന നൽകണം. ചൈനയിലെ വവ്വാലുകളിൽ കണ്ടെത്തിയ ഈ പുതിയ വൈറസുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് രോഗങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ പഠനവും പ്രതിരോധ നടപടികളും അനിവാര്യമാണ്. മറ്റൊരു മഹാമാരിയുടെ ഭീഷണി ഒഴിവാക്കാൻ ലോകം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത്.